എന്റെ വല്യമ്മാവനെ ചതിച്ച് അങ്ങനെ ലൈഫ് കുളം തോണ്ടിയ പത്മാവതി എന്ന വയ്യാവേലി വീട്ടിൽ വന്ന് നിൽക്കുക. അവരെ അവിടുന്ന് ഓടിക്കാനാ ഈ അഡ്ജസ്റ്റ്മെന്റ് ഡ്രാമ. വല്യമ്മാവന് നിങ്ങൾ പെങ്ങളെ പോലെയാണെന്ന് പറയുന്നു. നിങ്ങൾക്കാണെങ്കിൽ വല്യമ്മാവൻ മൂത്താങ്ങളെ. അല്ല, നീ ഇവനും ഒരേ സമയത്തിലെ കോളേജിൽ പഠിച്ചേ? മാരി വെനിസിൽ. ചോദിച്ച കേട്ടില്ലേ? എന്താ ഉത്തരല്ലേ? എന്താടാ ദീപക്കെ? ഇവനെ ഇവളെ ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്യുന്നു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നന്ദന അകത്ത് പോ. എടാ രാജു കാര്യം നമ്മുടെ ശത്രുവാ. പക്ഷേ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ കറങ്ങി നടക്കുന്നവനല്ല. അത് നീ മനസ്സിലാക്കിക്കോ. പിന്നെ ഭാര്യയെ വെറുതെ സംശയിക്കരുത്. നിനക്കാവുമ്പോ സംശയം കൂടും. അതിന്റെ കാര്യം എനിക്കറിയാം. നീ വേഗം റെഡിയായേ, നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടേക്ക്? അതൊക്കെ ഞാൻ പറയാം. നീ റെഡിയാവ്. എന്താ മോളെ, എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ മോള് നടക്കുന്നത്. അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാന്ന് നീ പറയുന്നത് വെറും നുണയാ. ഞാൻ നിന്റെ അമ്മയല്ലേ. എന്നോടിങ്ങനെ നുണ പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ലേ? കണ്ടതൊന്നും സത്യമല്ല, എല്ലാം ചീറ്റിങ്ങാ. എനിക്കൊന്നും കേക്കണ്ട. കേക്കണം. നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നേരി കണ്ടത് ഇങ്ങനെ തെറ്റിദ്ധാരണയാവും. ആണ് ഋതു. ആ ഋതു, അമ്മ ഇവിടെ നിൽക്കല്ലേ? നമുക്ക് അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാം തുറന്നു പറഞ്ഞ് ഈ തെറ്റിദ്ധാരണ മാറ്റാം. ഇല്ല രാജു, അതൊന്നും ഇനി മാറില്ല. അതിനൊന്നിനും ശ്രമിക്കുകയും വേണ്ട. എന്താ മക്കളെ ഇത്? കുറച്ച് ദിവസമായിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിക്കുക. എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അത് പരസ്പരം പറഞ്ഞു തീർക്ക്. ചെറിയ ചെറിയ പിണക്കങ്ങള് ഇങ്ങനെ കൊണ്ടു നടന്ന് അത് പിന്നെ വലിയ വഴക്കാക്കി മാറ്റരുത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരിക്കും നിങ്ങൾ ഇങ്ങനെ പിണങ്ങുന്നത്. എനിക്കത് ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു കളങ്കമില്ലാത്ത പിള്ളേരാ. ഒന്നാമത് ഇതിനകത്ത് വേറെ 100,000 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൂടി ഇങ്ങനെ പിണങ്ങല്ലേ മക്കളെ? രാജു പറയുന്നത് മോളൊന്ന് കേക്ക്. നിങ്ങൾ രണ്ടുപേരും തുറന്നൊന്ന് സംസാരിക്ക്. ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. അതൊരു വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ഇപ്പൊ എനിക്കിത് താങ്ങാൻ വയ്യ. രാജു, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നോട്ടെ. ഉപദ്രവിക്കരുത് പ്ലീസ്. എന്താ സമയത്ത് ഇങ്ങനെയൊക്കെ? നീ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവ്.
ഹ, ഒന്ന് ആക്റ്റീവ് ആവും ചേച്ചി. ചേച്ചിയല്ലടാ, അമ്മായി. വല്യമ്മായി. ഭാവിയില് അമ്മായി ആവാൻ പോകുന്നവളെ കേറി ചേച്ചിന്ന് വിളിക്കോ? അയ്യോ ശരിയാണല്ലോ. സോറി അമ്മേ. സോറി വല്യമ്മായി. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു നവവധുവിനെ പോലെ വലതുകാല് വെച്ച് കയറി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും തെളിയുവാ. പക്ഷേ നിനക്ക് മാത്രം മുഖത്തൊരു സന്തോഷമില്ല. സംയുക്തേ, നിന്റെ ഈ പരാധീനകളും കഷ്ടപ്പാടുകളും ഒക്കെ ഒന്ന് മാറണ്ടേ? നിനക്കൊന്ന് സമ്പന്നയാവണ്ടേ? അങ്ങനെയൊന്നും എനിക്ക് വേണ്ട ചേച്ചി. അങ്ങനെയുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ദേ, എന്നെ കൊണ്ട് വീണ്ടും ഒന്നും പറയിപ്പിക്കരുത്. ദേ, എനിക്ക് ഇവനുമേ ഈ കാണുന്നതല്ലാതെ മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് നിനക്കറിയാലോ. ദേ, എന്നെ പോലെ അല്ല ഇവൻ. വെട്ടൊന്നും മുറി രണ്ടോ. അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും നീ ഞങ്ങളെ എത്തിക്കരുത്. ഡാ, അമ്മയോട് കാര്യം പറഞ്ഞു കൊടുക്കടാ. അമ്മായി, അമ്മായിക്ക് പ്രതാപവർമ്മയുടെ ഭാര്യയാകാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ മറ്റൊരു കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ. അമ്മായിക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നാടകം കളിച്ചൂടെ? അഡ്ജസ്റ്റ്മെന്റ് നാടകോ? അതെന്ത് നാടകം? ആ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കടാ. സംഗീത നാടകം, സാമൂഹ്യ നാടകം, നൃത്ത നാടകം, ഇതൊക്കെ ഇവള് കേട്ടിട്ടുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് നാടകം എന്താന്ന് ഇവൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക. അതായത് എന്റെ വീട്ടിലെ സിറ്റുവേഷൻസ് ഇപ്പോ വല്യമ്മയ്ക്ക് അറിയാലോ. എന്റെ വല്യമ്മാവനെ ചതിച്ച് അങ്ങനെ ലൈഫ് കുളം തോണ്ടിയ പത്മാവതി എന്ന വയ്യാവേലി വീട്ടിൽ വന്ന് നിൽക്കുക. അവരെ അവിടുന്ന് ഓടിക്കാനാ ഈ അഡ്ജസ്റ്റ്മെന്റ് ഡ്രാമ. വല്യമ്മാവന് നിങ്ങൾ പെങ്ങളെ പോലെയാണെന്ന് പറയുന്നു. നിങ്ങൾക്കാണെങ്കിൽ വല്യമ്മാവൻ മൂത്താങ്ങളെ. ആയിക്കോ. പക്ഷേ മൂത്ത ആങ്ങളെയും കൊച്ചു പെങ്ങളും കൂടിയേ പത്മാവതിയെ ഓടിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കണം. എങ്ങനെയുണ്ട് സംയുക്തേ? സംഗതി നിങ്ങൾ രണ്ടുപേരും ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും ലൈ. പക്ഷേ വീട്ടുകാരുടെ മുന്നില് ഭാര്യയും ഭർത്താവും. ആലോചിക്കേ. ഏതെങ്കിലും ഒന്ന് നീ സമ്മതിച്ചേ പറ്റൂ. ഇനി ഭീഷണിയൊന്നുമില്ല. ചെയ്യാനുള്ളതേ എന്നായാലും ഞങ്ങൾ ചെയ്യും. മനസ്സിലായോടി?